ഈശ്വര സന്നിധിയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ രേഖപ്പെടുത്തുവാനും മറക്കരുത്. ഒരു കുടുംബത്തിൻ്റെ ഐശ്വര്യവും വീടിൻ്റെ നിർമ്മാണവും തമ്മിൽ വളരെ ബന്ധമുണ്ട്. വാസ്തുശാസ്ത്രപ്രകാരം മുറി, അടുക്കള, ശൗചാലയം, പൂജാമുറി തുടങ്ങിയവയുടെ സ്ഥാനം വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവയിലുണ്ടാകുന്ന പിശകുകൾ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം, സാമ്പത്തികം തുടങ്ങിയവയെ സ്വാധീനിക്കും. നിങ്ങളുടെ വീടിന് മുന്നിൽ കള്ളിമുൾ ചെടി ഉണ്ടെങ്കിൽ ഉടൻ മാറ്റണം എന്നാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. ഇത് കുടുംബ തർക്കത്തിന് കാരണമാകും. വീടിന് മുന്നിൽ അഴുക്കുചാലുകൾ പാടില്ല. വീടിൻ്റെ മുൻവശം മലിനമാകുന്നത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെയും ആദരവിനെയും തകർക്കും. വീടിൻ്റെ പ്രധാന കവാടം എന്നത് ജീവിതത്തിൻ്റെ പുരോഗതിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ മുന്നിലുള്ളവ ജീവിതത്തിലെ തടസ്സങ്ങളായാണ് വാസ്തു പറയുന്നത്. വീടിൻ്റെ പ്രധാന കവാടത്തിന് മുന്നിൽ കല്ല് കൂട്ടിയിടുന്നത് അശുഭകരമാണ്. കുടുംബത്തിൻ്റെ ഉയർച്ചയെയും ഭാഗ്യത്തെയും ഇത് ബാധിക്കും. വീടിന് മുന്നിൽ മരങ്ങൾ കൂടി നിൽക്കുന്നത് പോസിറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കും. അതുപോലെ തന്നെ വീടിന് മുന്നിൽ വള്ളിച്ചെടികൾ വളരുന്നത് ശുഭസൂചകമല്ല. ഇവ ശത്രുക്കളുടെ എണ്ണം കൂട്ടുമെന്നും പ്രവൃത്തികൾക്ക് വിഘ്നം വരുത്തുമെന്നുമാണ് വിശ്വാസം. ഒരു വീടിൻ്റെ നിർമ്മാണം പ്രകൃതിയോട് ലയിച്ചായിരിക്കണം നടത്തേണ്ടത്. ഇതിന് മരങ്ങളും ചെടികളും വളരെ ആവശ്യമാണ്. എന്നാൽ ഓരോ വൃക്ഷങ്ങൾക്കും അതിൻ്റേതായ സ്ഥാനം വാസ്തുശാസ്ത്രം നിർണയിച്ചിട്ടുണ്ട്. വീടിൻ്റെ കിഴക്കുവശത്ത് വരേണ്ട ഒരു വൃക്ഷമാണ് പ്ലാവ്. ഒരാൾ ഉറക്കമുണർന്ന് വീടിൻ്റെ ഉമ്മറത്തെത്തുമ്പോൾ പ്ലാവാണ് കാണുന്നതെങ്കിൽ ശുഭസൂചകമാണ്. എന്നാൽ വീട്ടുവളപ്പിൽ ഒരിക്കലും നടാൻ പാടില്ലാത്ത ഒരു വൃക്ഷമാണ് ശീമപ്ലാവ്. ഇതിൻ്റെ തായ്വേര് വീടിൻ്റെ അടിത്തറ ഇളക്കും. ഒരു വ്യക്തി ഉറക്കമുണർന്ന് വരുമ്പോൾ മാവ് കാണുന്നത് അശുഭകരമാണ്. ഇതുകൊണ്ടാണ് മാവ് കിഴക്ക് ദിക്കിൽ പാടില്ലെന്നും വടക്കോട്ട് മാറ്റണമെന്നും പറയുന്നത്. വളരെയധികം ഔഷധ ഗുണമുള്ള ചെടിയാണ് തുളസി. ഇവ നാം വീട്ടിൽ നടുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വീടിൻ്റെ വാതിലിന് മുന്നിലായി തുളസിത്തറ കെട്ടരുത്. വാതിൽ തുറന്നു വരുമ്പോൾ നേരിട്ട് കാണുന്ന തറ തടസ്സത്തെയാണ് സൂചിപ്പിക്കുന്നത്. പടിഞ്ഞാറ് ദർശനമുള്ള വീടാണെങ്കിൽ വടക്കു പടിഞ്ഞാറ് ദിക്കിലായിരിക്കണം തുളസിത്തറ. വടക്ക് ദർശനമുള്ള വീടാണെങ്കിൽ വടക്കു കിഴക്കും, തെക്ക് ദർശനമുള്ള വീടാണെങ്കിൽ തെക്കു കിഴക്കും തുളസിത്തറ കെട്ടുന്നതാണ് അഭികാമ്യം. വീടിൻ്റെ വടക്കു ഭാഗത്ത് നെല്ലിത്തറ കെട്ടുന്നത് സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തും. ഇതോടൊപ്പം വടക്കു കിഴക്കേ മൂലയിൽ കണിക്കൊന്ന വയ്ക്കുന്നത് കുടുംബത്തിൽ ഐശ്വര്യം വന്നു ചേരാൻ ഇടയാക്കുമെന്നുമാണ് വാസ്തുശാസ്ത്രം പറയുന്നത്. വീഡിയോ കണ്ടതിന് നന്ദി. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.